അന്നത്തെ കാലത്ത് പ്രിയദർശന് MT സാറിന്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഈ ലോഹി ദാസിനും ഞാൻ തുറന്നു പറയാണ്, MT സാറിന്റെ പല കഥാപാത്രങ്ങളും ട്രാജിക് എൻഡിങ് ആണ്. ആലോചിച്ച് നോക്കിക്കോളൂ. മുറപ്പെണ്ണ് എന്താണ് ക്ലൈമാക്സ്? ലൂസർ, ഇരുട്ടിന്റെ ആത്മാവ് ലൂസറാണ്. MT സാറിന്റെ കഥാപാത്രങ്ങൾ. മുറപ്പെണ്ണിലെ ബാലൻ ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഏതാ ഫീമെയിൽ വെർഷൻ. അപ്പൊ നോക്കിക്കോളൂ, എല്ലാത്തിലും പരാജയമാണ്. മുറപ്പെണ്ണ്, നഗരമേ നന്ദി, നസീർ സാറിന്റെ കഥാപാത്രം സിറ്റിയിലേക്ക് പറിച്ചു നടുമ്പോൾ സ്വന്തം സഹോദരി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുകയാണ്. അവസാനം പിന്നെ ആ സഹോദരി എന്നെ മരിച്ചു പോവാണ്. പിന്നാലെ നസീർ സാർ ഓടുമ്പോൾ ആ സഹോദരി കാറ് കയറി മരിക്കുകയാണ്. ട്രാജഡി, അട്ട ട്രാജഡി അല്ലേ? MT സാറിന്റെ അന്നത്തെ നെടുലാട്ടം ഭയങ്കര ട്രാജഡിയാണ്. അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ എടുത്തു നോക്കൂ. എല്ലാം ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓളവും തീരവും. അവസാനം ഈ നായികയെ കൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ? വടക്കം വീര കഥ. പിന്നെ അവസാനം ഒരു പ്രായമായതിനു ശേഷമല്ലേ നക്ഷത്രങ്ങൾ ട്രാജഡിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് പിന്നെ ഒരു സുഹൃതം, അതിനേക്കാളും ഒക്കെ സതയം എന്തൊരു ട്രാജഡിയാണ്. നമ്മളെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്ത് നമ്മളെ തളർത്തിക്കളയും. പിന്നെ അവസാനം വന്ന മറ്റേ സുഹൃതം. അപ്പൊ MT സാറിന്റെ സ്വാധീനം ലോഹിതദാസിനും പ്രിയദർശനും ഉണ്ട്. അവസാനം പ്രേക്ഷകരെ ഒന്ന് കരയിച്ചിട്ട് വിടുക എന്നുള്ളത് എനിക്ക് അതിനോട് യോജിപ്പില്ല. അവസാനം പ്രേക്ഷകരെ ഹാപ്പി ആക്കണം. സച്ചി പറഞ്ഞതാണ് ഏറ്റവും കറക്റ്റ്. സംവിധായകൻ സച്ചി പറഞ്ഞിട്ടുണ്ട് അവസാനം നായകൻ വില്ലൊടിക്കണം എന്നുള്ളത്. എന്തൊരു അത് വളരെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമാണ്. അവസാനം ഒരു പ്രതീക്ഷയുടെ ഒരു പൈങ്കിളിയൊന്നും ആക്കണ്ട, ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ ഒരു നാളം കൊടുത്തിരുന്നാൽ നമുക്ക് ഒരു ഹൃദയം നിറഞ്ഞിറങ്ങിപ്പോവാം.